എത്തുന്നത് ഒരു കൊച്ചുമിടുക്കി 9ാം ക്ലാസ്സുകാരി ഐശ്വര്യ പി അനീഷ് എന്നാണ് പേര്. കുട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഥയും കവിതയും അന്യമാകുന്ന കൗമാരക്കാർക്ക് തിരുവനന്തപുരം ഇന്റർനാഷണൽ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ഐശ്വര്യ പി അനീഷ് ഒരു മാതൃകയാണ്. പല ഭാഷകളിലും അനായാസ പാഠവുമുള്ള ഈ കൊച്ചുമിടുക്കി ഇന്റർനെറ്റിൽ പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് കവിതകൾ രാജ്യാന്തര പ്രസിദ്ധി ആർജിച്ചു കഴിഞ്ഞു. ഐശ്വര്യയാണ് ഇന്നത്തെ പുലർവേളയിൽ അതിഥിയായി എത്തുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എഴുത്തിൽ കൈമുദ്ര പതിപ്പിച്ചവർ ഏറെയുണ്ടാകും. പക്ഷെ എഴുതിയതൊക്കെ രാജ്യാന്തര രംഗത്ത് ചർച്ചാവിഷയമായവർ വളരെ വിരളമാണ്. അത്തരത്തിലൊരു പ്രതിഭയാണ് ഇന്ന് പുലർവേളയിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത്. ഇംഗ്ലീഷിൽ മനോഹര കവിതകളും നോവലുകളും എഴുതി രാജ്യാന്തര രംഗത്ത് പോലും ചർച്ചാ വിഷയമായ തിരുവനന്തപുരം ഇന്റർനാഷണൽ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ഐശ്വര്യ പി അനീഷ്. ഐശ്വര്യ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കഥകളും കവിതകളും ഒക്കെ എഴുതി ഇന്റർനെറ്റിലൊക്കെ പബ്ലിഷ് ചെയ്ത് വളരെ രാജ്യാന്തര രംഗത്ത് വലിയ ചർച്ചാ വിഷയമായ ആളാണ്. അപ്പം ആരാണ് ഈ കവിതകളൊക്കെ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ എഴുതി കവിതകളൊക്കെ സൂക്ഷിച്ചു വെച്ച് ഇന്റർനെറ്റിലും മറ്റും പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തത്? 3ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ കവിത എഴുതിയത്. അത് മലയാളത്തിലായിരുന്നു. ഒരു പൂമ്പാറ്റയെ കുറിച്ചായിരുന്നു. അത് എൻ്റെ ഇപ്പോഴും ഉണ്ട്. 1ാം ക്ലാസ്സിൽ വെച്ച് ആദ്യത്തെ ഇംഗ്ലീഷ് കവിത എഴുതി. പിന്നെ ആദ്യത്തെ നോവൽ 7ാമത്തെ വയസ്സിലായിരുന്നു എഴുതിയത്. വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് കൊമൻസ് നമുക്ക് കൂടുതലും പുറത്ത് ഉള്ള ആളുകളായിരുന്നു തന്നത്. അവർ പറഞ്ഞു ഇനിയും കവിതകൾ എഴുതണം. അതുകൊണ്ട് തന്നെ എഴുതുകയും ചെയ്തു. അപ്പോൾ പോപ്പുലറായ ഒരുപാട് ഇന്റർനെറ്റ് അങ്ങനെ പ്രശസ്തരായ ആരൊക്കെ നമ്മളെ കവിതകളൊക്കെ മറ്റും നന്നായിരുന്നു എന്ന് പറഞ്ഞു APJ അബ്ദുൽ കലാം സാറ് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു മെയിൽ അയച്ചായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞ രീതിയിലാണ് ഞാൻ ഇന്നും പഠിക്കുന്നത് തന്നെ. എങ്ങനെ ഗോൾ അച്ചീവ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നത് സാറാണ്. അതുകൊണ്ട് തന്നെ സച്ചിദാനന്ദൻ സാറ് എൻ്റെ ബുക്കിൽ കോമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാനറ്റ് കെ ബ്രണ്ണൻ എന്ന് പറഞ്ഞ അമേരിക്കയിലെ ഒരു പ്രശസ്ത പബ്ലിഷിംഗ് കമ്പനിയായ കാസ്പെറി സ്നാപ്ഡ്രാഗൺ കോമൻറ്റ് തന്നിട്ടുണ്ട്. ലൂയി ലെവി എന്ന് പറഞ്ഞ പ്രശസ്ത US-ലുള്ള ഒരു റൈറ്റർ, ഐറിൻ ക്ലാർക്ക് ഹോഗ് എന്ന് പറഞ്ഞ UK-യിലുള്ള ഒരു പോയറ്റസ് ഒത്തിരി പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതെല്ലാം വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ഐശ്വര്യയുടെ 41 കവിതകൾ അടങ്ങുന്ന ഒരു കവിതാ സമാഹാരമാണ് ഇനി പുറത്തിറങ്ങാൻ പോകുന്നത്. അപ്പം ആ കവിതാ സമാഹാരത്തിന്റെ ഒരു പ്രോസസ്സിങ് എങ്ങനെയായിരുന്നു? ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇത് പബ്ലിഷ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ജാനറ്റ് എഡിഷൻ ഫണ്ട് റെക്കമെൻഡ് ചെയ്താണ് ഫൈബർ വിത്ത് പബ്ലിഷേഴ്സ് വന്നത്. താല്പര്യം പ്രകടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഒരു ഇന്റർനാഷണൽ ജേർണലിൽ എൻ്റെ കവിത പ്രസിദ്ധീകരിച്ചിരുന്നതാണ് സെലക്ട് ചെയ്തിട്ട്. ഫൈബർ വിത്ത് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ പബ്ലിഷറാണ്. ഇന്ത്യയിലുള്ള വളരെ കുറച്ച് റൈറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ വന്ന് എന്നോട് പറഞ്ഞു പോയംസ് പബ്ലിഷ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 41 കവിതകളാണ് എടുത്തത്. 5 വർഷം മുതലുള്ള കവിതകളുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു എനിക്ക് എൻ്റെ തന്നെ പിക്ചേഴ്സ് അതിനകത്ത് ഇടാൻ പറ്റും. അപ്പോൾ പിക്ചേഴ്സ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ താല്പര്യമായിരുന്നു. ഒരു റൈറ്റർ തന്നെ അത് ചെയ്യട്ടെ എന്ന്. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേക സ്കെച്ചസ് വരച്ചു. 2-3 എണ്ണം ഉണ്ടെങ്കിലും അത് ചെയ്തു. പിന്നെ എൻ്റെ തന്നെ ഒരു പെയിന്റിംഗ് ആണ് അതിൻ്റെ കവറായിട്ട് ഡിസൈൻ ചെയ്തിട്ടത്. ഏറ്റവും ആദ്യം എഴുതിയ കവിതയുടെ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവും. ഏറ്റവും ഇഷ്ടപ്പെട്ട കവിതയുടെ ഒരു 2 വരി ഒന്ന് ചൊല്ലാമോ? An unpoised philosophy and old poets write an insanity impervious to the entire. You, the king of your own poetic empire, a thought-fit formation, each different in poetic efficiency. ഇതാണ് എൻ്റെ ആദ്യത്തെ വരികൾ. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് 4 വരിയുണ്ട്. Intrusions and delusions, allusions of illusions, infinite, widespread, uncorrupt, unsaid. ഈ ടീച്ചേഴ്സിന്റെ ഭാഗം അതുപോലെ കൂട്ടുകാരുടെയൊക്കെ ഭാഗം അത് വളരെ സപ്പോർട്ടീവാണ്. ഇത്രയും നാളും എൻ്റെ ടീച്ചേഴ്സാണ്. മായ മിസ്, എൻ്റെ പണ്ടത്തെ പ്രിൻസിപ്പൽ, ഇപ്പോഴത്തെ സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും വളരെ സപ്പോർട്ടീവാണ്. കേരളത്തിൽ ജനിച്ചു വളർന്ന് കേരളത്തിൽ തന്നെ പഠിച്ച് ഇങ്ങനെ ഒരു മലയാളിയായി ജീവിച്ച ഒരാൾക്ക് ഇത്ര നല്ല പ്രൊനൗൺസിയേഷനും ഇത്ര നല്ലൊരു ലാംഗ്വേജ് സ്കില്ലും ഉണ്ടാകുന്ന പറഞ്ഞാൽ വളരെ അപൂർവമാണ്. ഐശ്വര്യക്ക് എങ്ങനെയാണ് ഈ ഇംഗ്ലീഷിനോട് ഇത്രയധികം ഒരു താല്പര്യം ഉണ്ടാവാൻ കാരണം? പണ്ട് പോലെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഭാഷകളോട്. ഇപ്പോൾ എൻ്റെ LKG പഠിക്കുമ്പോൾ എൻ്റെ പ്രിൻസിപ്പൽ ഒരു ദിവസം എന്നെ വഴക്ക് പറഞ്ഞു ലേറ്റായിട്ട് വന്നത്. എനിക്ക് മനസ്സിലായില്ല. അത് LKG പഠിക്കുമായിരുന്നു. അന്ന് എടുത്ത് തീരുമാനമാണ് ഇംഗ്ലീഷ് എങ്ങനെയെങ്കിലും ഞാൻ പഠിക്കും എന്നുള്ളത്. ഇപ്പോൾ ഞാൻ യൂറോപ്യൻ ലാംഗ്വേജസ് പഠിക്കുന്നത്. എനിക്ക് സ്പാനിഷ് ഇപ്പോൾ ഒരു ആവറേജ് രീതിയിൽ സംസാരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച്, ജർമ്മൻ, ഇറ്റാലിയൻ, റഷ്യൻ ഇതുപോലുള്ള ലാംഗ്വേജും പഠിക്കുന്നുണ്ട്. കവിത, നോവൽ, പഠനം ഇതല്ലാതെ ഐശ്വര്യയുടെ ഒരു മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെയാണ്? ഞാൻ പടം വരയ്ക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സയൻസിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഉള്ളത്. സയൻസ് ഫിക്ഷൻസ് ഇഷ്ടമാണ്? അതെ.
ഞാനിപ്പോ ഒരു എഴുതുന്ന ഒരു സൊസൈറ്റി ബേസ്ഡ് ആണ്. ആദ്യം അത് ഒരു പിന്നത്തെ ഒരു കാലത്തേക്കാണ് ഞാൻ മാറ്റി വെച്ചത്, അന്നത്തെ ആളുകളുടെ ചിന്താഗതിയാണ്. പക്ഷെ ഇപ്പോഴത്തെ ആളുകൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഐശ്വര്യ കവിതകൾ എഴുതുന്നത് ഇന്റർനെറ്റിലാണ്, അത് പ്രസിദ്ധീകരിക്കുന്നത് ഇന്റർനെറ്റിലാണ്. ഐശ്വര്യക്ക് അത് വായിച്ച ആസ്വാദകരൊക്കെ അഭിപ്രായം പറയുന്നത് ഇന്റർനെറ്റ് മുഖാന്തരമാണ്. അപ്പൊ ഐശ്വര്യയുടെ ഈ ഒരു തലമുറയ്ക്ക് ഈ പഴയ പുസ്തകങ്ങളെക്കാളും ഒക്കെ കൂടുതൽ താല്പര്യം ഈ ഒരു ഇന്റർനെറ്റിനോടാണ്. വായന, ഈ പുസ്തകങ്ങൾ വഴിയുള്ള വായന കുറഞ്ഞു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു താല്പര്യം കൂടുകയാണ് ചെയ്യുന്നത്. കാരണം പഴയ പുസ്തകങ്ങളോട് ഒരു താല്പര്യം ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ട്. എൻ്റെ ക്ലാസ്സിൽ തന്നെ എത്ര പേര് പഴയ പുസ്തകങ്ങൾ എടുത്ത് വായിക്കുന്നു. തകഴിയൊക്കെ പോലെ നമ്മുടെ പഴയ ഇന്നും എല്ലാവരുടെയും മനസ്സിൽ ജീവിക്കുന്ന എഴുത്തുകാരുടെയൊക്കെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. ഉണ്ട്, വായിക്കാറുണ്ട്. പഴയ കവിതകളും പഴയ കഥകളും വായിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലെയും പഴയ ക്ലാസിക്സിനോടാണ് ഇപ്പോൾ താല്പര്യം. കുഞ്ഞുണ്ണി മാഷിന് ഇഷ്ടമാണ്, വയലാർ ഇഷ്ടമാണ്, ONV സാറിന് ഇഷ്ടമാണ്. ഐശ്വര്യയുടെ കവിതകളിലും നോവലുകളിലൊക്കെ കൂടുതലും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുറച്ച് വിഷയങ്ങളെ കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു ചിന്താശേഷിയുള്ള ഒരു പുതിയ തലമുറയിലെ കുട്ടിയെന്ന നിലയിൽ നമ്മുടെ ഈ സാമൂഹ്യ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ള ഒരു വിഷയങ്ങളായിട്ടാണ് ഐശ്വര്യക്ക് തോന്നുന്നത്. അത് കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതാണ് തീർച്ചയായും. ഞാൻ അതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. അപ്പോൾ ഒരു ട്രെയിൻ യാത്രയിൽ വെച്ചാണ് ഞാൻ കണ്ടത്. ഒരു 14 വയസ്സുള്ള ഒരു കുട്ടിയും 6 വയസ്സുള്ള കുട്ടിയും, അത് ഒരാൾ ഹാർമോണിയം വായിക്കുന്നു, ഒരാൾ പാടുന്നു. അത് ഇന്നും ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ അപ്പോൾ എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അതില്ല. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഭാഗം അതിന് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വന്നു. ഐശ്വര്യയുടെ ഒരു സ്വപ്നം എന്താണ്? സയൻസ് ഫിക്ഷൻ നോവലുകൾ എഴുതണം, ഒരു കഥാകാരിയാവണം, ഒരു കവയത്രി ആവണം, ഇതൊക്കെയാണോ അതോ ഒരു അക്കാദമിക് ലെവലിൽ ഒരു മുന്നേറ്റമാണോ ഉദ്ദേശിക്കുന്നത്? രണ്ടുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ചേതൻ ഭഗത്തിനെ കൂട്ട് ഒരു IIT ഒരു റൈറ്ററും ആകാമല്ലോ, അങ്ങനെ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. സയൻസ് ആണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്. അതിൻ്റെ ബുക്ക് ഫിസിക്സും കെമിസ്ട്രിയുമാണ്. ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഞാൻ പങ്കെടുത്തിരുന്നു. ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, അത് ശാന്തിഗിരി യുനെസ്കോയും കൂടെ ചേർത്ത്. അപ്പോൾ ആലപ്പുഴയിൽ എനിക്ക് സെലക്ഷൻ കിട്ടിയ സ്റ്റേറ്റ് ലെവൽ ഞാൻ എഴുതി. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ഞാൻ ഫസ്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഡെലിഗേറ്റ് ആയിട്ട് അവിടെ പോയി ഒരുപാട് സയൻറ്റിസ്റ്റിനെ ഞാൻ പരിചയപ്പെട്ടു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ സയൻറ്റിഫിക് അഡ്വൈസറായ ഇപ്പം പഴയ സയൻറ്റിഫിക് അഡ്വൈസറാണ് ലോർഡ് ക്രിസ്റ്റഫർ മോങ്ടൺ സാറ്. ഇപ്പോഴും ഞങ്ങൾ ഇന്റർനെറ്റിലൂടെ ഫോൺ കോൾസിലൂടെ ഒത്തിരി ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. ഐശ്വര്യയുടെ ആഗ്രഹം പോലെ തന്നെ ഐശ്വര്യ ഒരു സയൻസ് ഫിക്ഷൻ നോവലുകൾ എഴുതുന്നത്, നല്ല നോവലിസ്റ്റ് ആവട്ടെ, ഒപ്പം നല്ല നല്ല കവിതകൾ എഴുതാൻ കഴിയട്ടെ, എല്ലാ ഭാഷയിലും പ്രാവീണ്യം നേടട്ടെ, എല്ലാ രാജ്യാന്തര രംഗത്തുള്ള കൂടുതൽ അഭിനന്ദനങ്ങൾ കിട്ടട്ടെ. ഒപ്പം മലയാളത്തിലും ഇനി കവിതകളും നോവലുകളും എഴുതണം. എല്ലാ ആശംസകളും.